ശശി തരൂർ യഥാർത്ഥത്തിൽ ഈ ലേഖനത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ഞാൻ അസംതൃപ്തനാണ് എന്ന് തന്നെയാണ്. ഒരു അസംതൃപ്തൻ്റെ ദീനരോധനമായിട്ടാണ് ആ ലേഖനം വായിക്കുമ്പോൾ മനസ്സിലാവുക. ശശി തരൂർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ വിശ്വ പൗരന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒരു പൊളിറ്റിക്കൽ അംനീഷ്യ സംഭവിച്ചിട്ടുണ്ടോ സുജയ? എനിക്ക് സംശയമുണ്ട്. കാരണം എന്താണ് ഈ ലേഖനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം? കുടുംബവാഴ്ചയല്ലേ, ഡൈനാസ്റ്റി പൊളിറ്റിക്സ് അല്ലേ? ഡൈനാസ്റ്റി പൊളിറ്റിക്സിനെ കുറിച്ച് എഴുതുമ്പോൾ അദ്ദേഹം ശ്രീലങ്കയിലെ ഭണ്ഡാരനായക ഗവൺമെൻറ്റിനെ കുറിച്ചും അവിടുത്തെ രാജപാക്സെ സർക്കാരിനെ കുറിച്ചും പാകിസ്ഥാനിനെ കുറിച്ചും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും സിയ രാജവംശത്തെക്കുറിച്ചും ഷെയ്ഖിനെ കുറിച്ചും അവിടുത്തെ ഭൂട്ടോകളെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഇത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ആരെയും ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമാണ്. തുടക്കം തന്നെ ഗാന്ധി, നെഹ്റു ഗാന്ധി കുടുംബം എന്ന് പറഞ്ഞുകൊണ്ടാണ്. എങ്ങനെയാണ് സമീകരിക്കുന്നത്? പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഉള്ളതുപോലെ ഇതാ ഇന്ത്യയിൽ ഒരു നെഹ്റു ഗാന്ധി കുടുംബം. ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ നെഹ്റു ഗാന്ധി കുടുംബമാണോ ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത്? ഞാൻ കുറച്ച് പേരങ്ങോട്ട് പറയാം, ആ പേരൊന്ന് കേട്ടോളൂ. കർണാടകയിലെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേരെന്താ? കർണാടകയിലെ മുഖ്യമന്ത്രിയുടെ അച്ഛൻ്റെ പേരെന്താ? ഏതു പാർട്ടിയിൽ നിന്നാണ് വരുന്നത്? ഡൈനാസ്റ്റി പൊളിറ്റിക്സിൻ്റെ ഭാഗമായി BJPയുടെ എണ്ണം പറഞ്ഞ നേതാക്കൾ ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. ഇത് പറഞ്ഞു വരുന്ന സമയത്തെ ആരും BJPയിലെ കുറിച്ച് പറയില്ല. നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ എല്ലാവരും രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും പറഞ്ഞുകൊണ്ട് പറയും. സുജയ് നേരത്തെ എന്താ പറഞ്ഞത്? മല്ലികാർജുൻ ഖർഗെ ചിത്താർപൂരിൽ നിന്ന് MLA ആകുന്ന സമയത്ത് ഈ രാഹുൽ ഗാന്ധി ജനിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. 1978 അന്ന് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്ന സമയത്താണ്. അന്ന് ആരാ കേന്ദ്രത്തിൽ അധികാരത്തിൽ? 1978 ഞാൻ പറഞ്ഞത് ജനാധിപത്യ പ്രക്രിയയിലൂടെ ഇലക്ടഡ് ആകണം, അല്ലാതെ ഒറ്റയടിക്ക് പേര് പറയുകയല്ല വേണ്ടത്. മല്ലികാർജുൻ ഖർഗെയാണെന്ന് AICCയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത്. അത് ഏതെങ്കിലും ഡൈനാസ്റ്റി പൊളിറ്റിക്സിന്റെ റെപ്രസെന്റേറ്റീവ്. ഡൈനാസ്റ്റിയുടെ താല്പര്യമാണ്. 83 വയസ്സുള്ള ഈ മല്ലികാർജുൻ ഖർഗെ അദ്ദേഹം താഴ്ന്ന നിലയിൽ നിന്ന് വന്ന് ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായത്തിൻ്റെ പ്രതിനിധിയായിട്ടും തുടർച്ചയായി 10ഓളം മന്ത്രിസഭകളിൽ, വീരപ്പ മൊയ്ലി അടക്കം ഇങ്ങോട്ട് 10ഓളം നിയമസഭകളിൽ ഈ SM കൃഷ്ണ അടക്കം മന്ത്രിസഭയിൽ മന്ത്രിയായിട്ട് പ്രാവീണ്യം തെളിയിച്ചു വന്നയാളാണ് മല്ലികാർജുൻ. ഇന്ത്യയിൽ നോക്കൂ, കേൾക്കൂ, ഇന്ത്യയിൽ ദളിത് ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് ആയിട്ട് വരികയാണ്. അതിനകത്ത് എന്തിനാ അത്ര അസ്വസ്ഥത? കേരളത്തിൽ കേരളത്തിൽ കൂടി വേണമെന്നാ പറഞ്ഞത്. കൊടിക്കുന്നിലും കൊടുക്കണം. നമ്മുടെ ഹോം മിനിസ്റ്റർ അല്ലെ, നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ഉണ്ടല്ലോ, നമ്മുടെ വാർത്താ വിതരണ വകുപ്പ് മന്ത്രി അനുരാഗ് ഠാക്കൂറിന്റെ അച്ഛന്റെ പേരെന്താ? അനുരാഗ് ഠാക്കൂർ ഇപ്പൊ മന്ത്രിയല്ല ആയിരുന്നു അനുരാഗ് ഠാക്കൂറിന്റെ അനുരാഗ് ഠാക്കൂറിന് എന്താ BJPയിലെ പൊസിഷൻ പറയൂ? അനുരാഗ് ഠാക്കൂർ ആരാ? ചെറിയ ഇപ്പോൾ വാർത്താ വിതരണ മന്ത്രി അദ്ദേഹമല്ല, അശ്വിനി വൈഷ്ണവ്. അനുരാഗ് ഠാക്കൂറിന്റെ അച്ഛൻ ആരായിരുന്നു? അനുരാഗ് ഠാക്കൂറിന്റെ അച്ഛൻ ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയായ പ്രേംകുമാർ ധുമാൽ. ഡൈനാസ്റ്റി പൊളിറ്റിക്സ് അല്ലേ സുജിയ? അനുരാഗ് ഠാക്കൂറിനെ കുറിച്ച് പറയാനുള്ള കാരണം എന്താണ്? ഇവിടുത്തെ മാധ്യമ മേഖലയിൽ ഏറ്റവും ശക്തമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ച ആളാണ് ഈ ഷഹസാദ എന്ന് നാഴികയ്ക്ക് 40 വട്ടം രാഹുൽ ഗാന്ധി വിശേഷിപ്പിക്കുമ്പോൾ അനുരാഗ് ഠാക്കൂർ ആ പാരമ്പര്യത്തിൽപ്പെട്ടയാളാണ്. എന്തിനാ ഏറെ പറയുന്നു? ഇപ്പോഴത്തെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉണ്ടല്ലോ, ധർമ്മേന്ദ്ര പ്രധാന്റെ അച്ഛൻ അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാരിലെ മന്ത്രിയായിരുന്നു. ആരാണ്? അന്നത്തെ ദേവേന്ദ്ര പ്രധാൻ. നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഇതേ ധർമ്മേന്ദ്ര പ്രധാൻ ഷഹസാദയല്ലേ? ഡൈനാസ്റ്റി പൊളിറ്റിക്സ് അല്ലേ? എന്താ ശശി തരൂരിന് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയെ അടൽ ബിഹാരി വാജ്പേയിയുടെ കേന്ദ്ര മന്ത്രിസഭയിലെ ഒരു മന്ത്രിസഭാംഗത്തിൻ്റെ മകനാണ് ഇപ്പോഴത്തെ മന്ത്രിസഭാംഗം എന്നുള്ളത് മറന്നുപോയോ? ചെറിയ വകുപ്പാണോ ധർമ്മേന്ദ്ര പ്രധാൻ കൈകാര്യം ചെയ്ത വകുപ്പ്? ഇനി കിരൺ റിജിജു ആരാണ്? കിരൺ റിജിജുവിൻ്റെ അച്ഛൻ ആരാണ്? കിരൺ റിജിജു ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അരുണാചൽ പ്രദേശിലെ ആദ്യത്തെ പ്രോട്ടം സ്പീക്കറാണ്, റിൻചിൻ ഖാരു. നോക്കൂ, പ്രേമ ഖണ്ഡു അരുണാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്ന പ്രേമ ഖണ്ഡു നേരത്തെ തന്നെ അരുണാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്ന ദോർജി ഖണ്ഡുവിൻ്റെ മകനാണ്. ഇതാണ് ഇവിടുത്തെ തുടർച്ചയാണെന്നേ, ഒന്നല്ല എത്രയെണ്ണം പറയാം. ഇപ്പോൾ സുവേന്ദു അധികാരിയുടെ അച്ഛൻ ആരെയാണ്? സുവേന്ദു അധികാരിയെ കൊണ്ടുവരുമ്പോൾ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് മോദിക്ക് പ്രശ്നമല്ലായിരുന്നോ? സുവേന്ദു അധികാരിയെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് വിളിച്ച് മമതാ ബാനർജിയെ പൂട്ടാൻ വേണ്ടിയിട്ട് ഇറക്കുമ്പോൾ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് തൊട്ടുകൂടാ പാടില്ലായിരുന്നു? അന്ന് ഡൈനാസ്റ്റി പൊളിറ്റിക്സ് എന്താണ് ഈ BJPക്ക് വിഷയമല്ലാതിരുന്നത്? ഇനി ദേവേന്ദ്ര ഫട്നവിസ്, മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നവിസിൻ്റെ അച്ഛൻ അവിടുത്തെ മഹാരാഷ്ട്രയിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലെ അംഗമായിരുന്നു ദേവേന്ദ്ര ഫട്നവിസിൻ്റെ അച്ഛൻ. നോക്കൂ, ഒരേ സമയം കർണാടകയിൽ SR ബൊമ്മയുടെ മകനല്ലേ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതെങ്ങനെ സാധ്യമാവുന്നത്? നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്ത് കർണാടകയിൽ നേരത്തെ ഉണ്ടായിരുന്ന BJP മുഖ്യമന്ത്രി അവിടുത്തെ മറ്റൊരു മുഖ്യമന്ത്രിയുടെ മകനായിരുന്നു. ഇവിടെ മഹാരാഷ്ട്രയിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലെ അംഗമാണ് ഈ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ അച്ഛൻ. ഇതൊന്നും ഡൈനാസ്റ്റി പൊളിറ്റിക്സ് അല്ല.
പ്രമോദ് മഹാജന്റെ ഭാര്യയ്ക്ക് ലോക്സഭയിൽ ടിക്കറ്റ് കൊടുക്കുമ്പോൾ അത് ഡൈനാസ്റ്റി പൊളിറ്റിക്സ് അല്ല. പകരം നെഹ്റു കുടുംബത്തിൽ നിന്നൊരാൾ മത്സരിക്കാൻ വരുമ്പോൾ അത് ഡൈനാസ്റ്റി പൊളിറ്റിക്സ് ആവുന്നു എന്നുള്ള ഒരു സെലക്റ്റീവ് അംനീഷ്യ എങ്ങനെയാണ് ശശി തരൂരിന് ഉണ്ടായത്? അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം, രാജ്യത്തിന് വേണ്ടി മരിച്ച 2 നേതാക്കളെ മറന്നു, ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും. അതാണ്, നോക്കൂ, ഇവരെല്ലാം ആരാണ് കമ്പയർ ചെയ്യുന്നത്? സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരറ്റത്തു പോലും പിടിക്കാൻ യോഗ്യതയില്ലാത്ത ആളുകൾ, സ്വാതന്ത്ര്യ സമരത്തിലും അതിനുശേഷവും വന്ന ഇന്ത്യ രാജ്യത്തും സ്വതന്ത്ര ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നതിലും മുന്നോട്ട് പോകുമ്പോൾ ശത്രുക്കളിൽ നിന്ന് വെടിയേറ്റു വീണ മനുഷ്യരാണ് ഇവർ. അവരെയാണ് നിങ്ങൾ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. എന്താണ് ഞാൻ ഈ പറഞ്ഞ നേതാക്കളുടെയൊക്കെ കോൺട്രിബ്യൂഷൻ? അവരൊക്കെ അതാത് മേഖലകളിൽ അതാത് രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിച്ചവരാണ്. പക്ഷേ ഈ സ്വന്തം ജീവൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ രാഹുൽ ഗാന്ധിയുടെ കുടുംബം. അങ്ങനെ ഒരു കുടുംബ പശ്ചാത്തലം BJPക്ക് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു BJP നേതാവിന് പറയാൻ പറ്റുമോ? സോണിയാഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനം വേണ്ടെന്ന് വെച്ചാൽ നോക്കൂ, അങ്ങനെ ത്യജിച്ചിട്ടുണ്ട് ഇവിടെ കോൺഗ്രസിന്റെ ചരിത്രം. അത് എന്തുകൊണ്ടാണ് ശശി തരൂർ മറന്നു പോകുന്നത്? അവിടെയാണ് ആ ലേഖനത്തിൽ പറയുന്നത് പോലെ ശരിയാണ്, ഒരു ജനാധിപത്യത്തിൽ കുടുംബവാഴ്ച ഫ്യൂഡലിസത്തിന്റെ തുടർച്ചയാണ്. നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഫ്യൂഡലിസത്തിൽ വിശ്വസിക്കുന്ന, അഥവാ ഫ്യൂഡൽ മനസ്സുള്ള, മുതലാളിത്തത്തിന്റെ കുപ്പായം ഇട്ടിരിക്കുന്ന ഒരു വൈരുദ്ധ്യമുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അത് ഈ ലേഖനത്തിൽ പരാമർശിക്കുന്നത് ശരിയാണ്. അത് മെറിറ്റിനെ ഇല്ലാതാക്കുന്നു. പക്ഷേ അപ്പോൾ മറന്നു പോകരുത്, കോൺഗ്രസിലെയും ഇന്ത്യ മുന്നണിയിലെ നേതാക്കളുടെ, ഞാൻ എടുത്തു നോക്കുകയായിരുന്നു, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതിൽ 98% ഇന്ത്യ മുന്നണിയിലെ നേതാക്കളെ കുറിച്ചാണ്. 98% ഇന്ത്യ മുന്നണിയിലെ നേതാക്കളെ കുറിച്ചാണ്. അപ്പുറത്ത് പറയാനൊന്നുമില്ലേ? അതാണ് ഞാൻ ഈ ലിസ്റ്റുകൾ എണ്ണമെടുത്ത് പറഞ്ഞത്. ഒന്നല്ല, ഞാൻ ഒരു കണക്ക് കൂടി ഞാൻ പറഞ്ഞിട്ട് പറയാം. പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം, ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നടന്ന തെരഞ്ഞെടുപ്പിൽ അന്ന് മത്സരിപ്പിച്ച 29 സ്ഥാനാർത്ഥികൾക്കും BJPയിൽ ഈ ഡൈനാസ്റ്റി ബന്ധമുണ്ടായിരുന്നു. അവർക്ക് ഈ പാരമ്പര്യ രാഷ്ട്രീയത്തിൻ്റെ തുടർച്ചയായിരുന്നു. 29 സ്ഥാനാർത്ഥികൾ, അതിൽ 17 പേര് ജയിച്ചു മഹാരാഷ്ട്രയിലും ഹരിയാനയിലും. കോൺഗ്രസോ 21 പേരെ വിജയിപ്പിച്ചു. 21 പേരെ വിജയിപ്പിച്ച കോൺഗ്രസും 17 ഡൈനാസ്റ്റി നേതാക്കന്മാരെ വിജയിപ്പിച്ച BJPയും തമ്മിൽ എന്താ വ്യത്യാസം? ഇതെന്താ ശശി തരൂരിന് ബോധ്യമാവാത്തത്? അപ്പോൾ ഇന്ത്യ മുന്നണിയിലെ നേതാക്കളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടുള്ള ആ വിമർശനം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു അസംതൃപ്തിയുള്ള ആളുടെ, അഥവാ അതൃപ്തിയുള്ള ഒരാളുടെ, തൃപ്തനല്ലാത്ത ഒരാളുടെ വിലാപകാവ്യം മാത്രമായിട്ടേ നമുക്കതിനെ കണക്കാക്കാൻ കഴിയൂ. ശശി തരൂരിന് സംഭവിച്ചിരിക്കുന്നത് ഭാഗികമായൊരു പൊളിറ്റിക്കൽ അംനീഷ്യയാണ്. അത് സൗകര്യപൂർവ്വമുള്ള ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു അംനീഷ്യ സംഭവിച്ചിരിക്കുന്നു. സൗകര്യത്തിലുള്ള, രാഷ്ട്രീയ സൗകര്യത്തിനുള്ള ഒരു അംനീഷ്യയായിട്ടത് മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് ഒരു ഭാഗത്തെ ഡൈനാസ്റ്റി പൊളിറ്റിക്സിനെ പൂർണ്ണമായും മറച്ചു പിടിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കുടുംബവാഴ്ചയുടെ ബിസിനസ്സാണ് എന്ന നരേറ്റീവിലേക്ക് എത്തുന്നത്. കുടുംബവാഴ്ചയെ നമ്മൾ എതിർക്കേണ്ടതാണ്. അത് അദ്ദേഹം വിമർശിക്കുന്നത് പോലെ തന്നെ നേതൃത്വത്തിൻ്റെ ജന്മാവകാശമായി മാറുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ ആ ലേഖനത്തിൽ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അവിടെ പറഞ്ഞു വരുമ്പോൾ അതിൽ ഇന്ത്യ മുന്നണിയിലെ നേതാക്കളുടെ മാത്രം, ഇവിടെ DMK മുതൽ അങ്ങ് ഒമർ അബ്ദുള്ളയുടെ വരെ ചരിത്രം എടുത്തുകൊണ്ട് വന്നിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ നേതാക്കളെ മഹാരാഷ്ട്ര അങ്ങ് വിട്ടുപോയി, ഈ കർണാടക അങ്ങ് വിട്ടുപോയി, ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് അങ്ങ് വിട്ടുപോയി. ആ BJPയിലെ ഡൈനാസ്റ്റി പൊളിറ്റിക്സിനെ മറന്നുകൊണ്ടുള്ള ലേഖനം ഒരിക്കലും പൊളിറ്റിക്കലി കറക്റ്റായ ഒരു ലേഖനമല്ല, രാഷ്ട്രീയമായ ഉദ്ദേശ താല്പര്യങ്ങളോട് കൂടിയുള്ളതാണ് എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക്. Meet the editors.